ടൊയോട്ട സുപ്ര 4 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സമ്പന്നമായ ചരിത്രമുള്ള ഒരു ഐതിഹാസിക സ്പോർട്സ് കാറായ സുപ്രയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. ലാറ്റിൻ ഭാഷയിലെ സുപ്ര എന്ന വാക്കിന്റെ അർത്ഥം അതിശയിക്കുക അല്ലെങ്കിൽ അപ്പുറം പോകുക എന്നതാണ്. ജപ്പാനിലെ ടൊയോട്ട സിറ്റിയിലെ മോട്ടോപ്ലാച്ചി പ്ലാന്റിലാണ് സുപ്ര നിർമ്മിച്ചത്. 1979 ടൊയോട്ട സെലിക്ക സുപ്ര അവതരിപ്പിച്ചത്. ജനപ്രിയമായ സെലിക്ക ലിഫ്റ്റ് ബാക്ക് ഡിസൈനിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ സ്റ്റൈലിംഗ്. എന്നാൽ ഈ മോഡൽ നീളവും വീതിയും ഉള്ളതായിരുന്നു. എന്നിരുന്നാലും എഞ്ചിനാണ് സുപ്രയെ സെലിക്കയിൽ നിന്ന് വേറിട്ട് നിർത്തിയത്. സുപ്രയുടേത് 2.6 ലിറ്റർ ഇൻലൈൻ 6 എഞ്ചിൻ ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഘടിപ്പിച്ച ആദ്യത്തെ ടൊയോട്ട പ്രൊഡക്ഷൻ എഞ്ചിനായിരുന്നു. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ സുപ്ര ലഭ്യമാണ്. കൂടാതെ സ്റ്റാൻഡേർഡായി 4 വീൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷനും 4 വീൽ ഡിസ്ക് ബ്രേക്കുകളും വരുന്നു. ഓപ്ഷണൽ ലെതർ ട്രിം ചെയ്ത സീറ്റിംഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾ ഒഴികെ 1981 വരെ സുപ്രയ്ക്ക് ഒരു മാറ്റവുമില്ലായിരുന്നു. ആ വർഷം സുപ്രയ്ക്ക് 2.8 ലിറ്റർ സിംഗിൾ ഓവർഹെഡ് ക്യാം എഞ്ചിൻ, പരിഷ്കരിച്ച 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഫൈനൽ ഡ്രൈവ് ഗിയറിംഗ് നൽകി. ഇതുകൂടാതെ ഒരു പുതിയ സ്പോർട്സ് സസ്പെൻഷൻ പാക്കേജിനൊപ്പം ഇത് ഓപ്ഷണലായി ലഭ്യമാണ്. 1982 സെലിക്ക ലൈനപ്പിനൊപ്പം സുപ്രയുടെ കംപ്ലീറ്റ് റീഡിസൈൻ കണ്ടു. എൽ ടൈപ്പ്, പെർഫോമൻസ് എന്നിങ്ങനെ 2 വ്യത്യസ്ത മോഡലുകളിൽ ഇപ്പോൾ ലഭ്യമായ സുപ്രയ്ക്ക് മറ്റൊരു എഞ്ചിൻ നവീകരണം ലഭിച്ചിട്ടുണ്ട്. പുതിയ 5M GE എഞ്ചിൻ ഇപ്പോഴും 2.8 ലിറ്റർ ആണ്. എന്നാൽ ഇപ്പോൾ DOHC ചേർത്തു. എൽ ടൈപ്പ് പെർഫോമൻസ് പാക്കേജ് വാഹനങ്ങൾ മെക്കാനിക്കലായി ഒരുപോലെയായിരുന്നു. ഫെൻഡർ ഫ്ലെയറുകൾ, വീതിയേറിയ ടയറുകൾ, വീലുകൾ, പെർഫോമൻസ് പാക്കേജിലെ സ്പോർട്സ് ഇന്റീരിയർ എന്നിവയിൽ വ്യത്യാസങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 1984 മോഡലുകളിലെ ചെറിയ മാറ്റങ്ങൾ മാനുവൽ ട്രാൻസ്മിഷൻ സജ്ജീകരിച്ച വാഹനങ്ങളിൽ ചെറിയ എഞ്ചിൻ പരിഷ്കാരങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തി. അടുത്ത പ്രധാന മാറ്റം 1986കളുടെ പകുതിയോടെയായിരുന്നു. ഒടുവിൽ സുപ്രയ്ക്ക് സ്വന്തം ഐഡന്റിറ്റി ലഭിച്ചു. ഇനി സെലിക്ക ശ്രേണിയുടെ ഭാഗമല്ല. 1986ന്റെ പകുതിയോടെ സുപ്രയിൽ 3 ലിറ്റർ DOHC എഞ്ചിൻ സജ്ജീകരിച്ചിരുന്നു. കൂടാതെ 4 വീൽ ഡിസ്ക് ബ്രേക്കുകളും അതിന്റെ മുൻഗാമികളുടെ എല്ലാ സ്വതന്ത്ര സസ്പെൻഷനും നിലനിർത്തി. 1987 ടൊയോട്ട ഒരു ടർബോ ചാർജ്ഡ് മോഡൽ ലൈനിലേക്ക് ചേർത്തു. ഇതോടെ ടർബോ ചാർജ്ഡ് എഞ്ചിനും ആന്റി ലോക്ക് ബ്രേക്കുകളുമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആദ്യത്തെ ടൊയോട്ട മോഡലായി ഇത് മാറി. ഓപ്പൺ ആൻഡ് ഡ്രൈവിംഗിനായി 1987 സുപ്രകൾ ഓപ്ഷണൽ ടാർക്ക് ടൈപ്പ് സ്പോർട്ട് റൂഫിനൊപ്പം ലഭ്യമായിരുന്നു. ചെറിയ സ്റ്റൈലിംഗ് അപ്ഡേറ്റുകൾ ഒഴികെ സുപ്ര സൂപ്പർ കാറുകളുടെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അടുത്ത പ്രധാന മാറ്റം 1993 സംഭവിച്ചത്. ടർബോ, നോൺ ടർബോ വേഷങ്ങളിൽ ലഭ്യമായിക്കൊണ്ട് പഴയ സുപ്രയിൽ നിന്ന് സമൂലമായ വ്യതിചലനമായിരുന്നു പുതിയ സുപ്ര. പെർഫോമൻസ് എന്നാണ് ഇപ്പോൾ ഗെയിമിന്റെ പേര്. 1993ന്റെ മധ്യത്തോടെ ഒരു വലിയ പുനർരൂപകൽപ്പനയോടെ സുപ്ര 1994 മാറ്റമില്ലാതെ തുടർന്നു. അടുത്ത തവണ സുപ്ര എന്തെങ്കിലും മാറ്റം കാണുന്നത് 1996 മോഡൽ വർഷത്തിലായിരുന്നു. മലിനീകരണ നിയന്ത്രണങ്ങൾ എപ്പോഴും കർശനമാക്കിയതിനാൽ ടർബോ മോഡലിലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നിരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ടർബോയിൽ ഇപ്പോഴും ലഭ്യമായിരുന്നത് 4 സ്പീഡ് ഇലക്ട്രോണിക് നിയന്ത്രിത ഓട്ടോമാറ്റിക് ആയിരുന്നു. ഈ ട്രാൻസ്മിഷനിൽ ഒരു മാനുവൽ ഷിഫ്റ്റ് മോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗിയർ തിരഞ്ഞെടുക്കാൻ ഡ്രൈവറെ അനുവദിക്കുന്നു. മാത്രമല്ല ഒരു പൂർണ്ണ ഓട്ടോമാറ്റിക് മോഡും നൽകുന്നു. ഇന്റീരിയറിലും ഓപ്ഷൻ ലിസ്റ്റിലും ചെറിയ അപ്ഡേറ്റുകൾ വരുത്തിയിട്ടുണ്ട്. 1997 സുപ്ര ലൈനിലേക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തിരിച്ചെത്തി. കൂടാതെ ചെറിയ ട്രിമിനുകളുടെ പുനരവലോകനവും കൂട്ടിച്ചേർക്കലും കണ്ടു. ഹെഡ് ലൈറ്റുകൾക്ക് ഒരു പുതിയ ഗ്രാഫിക്സ് സറൗണ്ടും ലഭിച്ചു. എല്ലാ ടർബോ മോഡലുകളും ടർബോ ബാഡ്ജിംഗ് ചെയ്തു. എല്ലാ 1997 സുപ്രകളും ലിമിറ്റഡ് എഡിഷനായി 15ാം വാർഷിക മോഡലുകളായി വിറ്റു. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള വാഹന വിഭാഗത്തിലെ ഇടിവ് കാരണം 1999 മോഡൽ വർഷത്തേക്ക് സുപ്ര ഉൽപാദനം നിർത്തി. വർഷങ്ങളോളം 5ാം തലമുറ ടൊയോട്ട സുപ്രയെക്കുറിച്ചുള്ള ചിന്ത കേവലം ആഗ്രഹം മാത്രമായിരുന്നു. എന്നാൽ 2014 ജനുവരിയിൽ സുപ്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ടൊയോട്ട FT1 കൺസെപ്റ്റ് അനാച്ഛാദനം ചെയ്തതോടെ പ്രതീക്ഷയുടെ ഒരു തിളക്കം ജ്വലിച്ചു. 8 മാസത്തിനു ശേഷം ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് സ്പോർട്സ് കാറിന്റെ 2ാം പതിപ്പ് വെളിപ്പെടുത്തി. ഇപ്പോൾ സുപ്രയുടെ ഉൽപാദനം നിർത്തി 17 വർഷങ്ങൾക്ക് ശേഷം പുതിയ 5ാം തലമുറ ടൊയോട്ട GR സുപ്ര വീണ്ടും ഉൽപാദനത്തിലാണ്. അന്നു മുതൽ ഇന്ന് വരെ സുപ്രയുടെ ചരിത്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.